കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണമെന്ന് KRLCC. ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ശുഭസൂചനയാണെങ്കിലും സംസ്ഥാനത്തെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഒന്നായി കണ്ട് പരിഹരിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാവുക എന്ന സൂചന ആശാവഹമല്ലെന്നും KRLCC പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ആശങ്ക അറിയിച്ചു. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണമെന്ന് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ അഭിപ്രായപ്പെട്ടു. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുമെന്ന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ശുഭസൂചനയാണ്. എന്നാൽ സംസ്ഥാനത്തെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഒന്നായി കണ്ട് പരിഹരിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാവുക എന്ന സൂചന ആശാവഹമല്ലെന്നും കമ്മീഷന് സർക്കാർ നൽകിയ പഠന വിഷയങ്ങളിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണെന്നും കമ്മീഷൻ ശുപാർശകളും ഈ വിധത്തിലുള്ളതാണെന്നും KRLCC വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെയും ദളിത് ക്രൈസ്തവരുടെയും ആംഗ്ലോ ഇന്ത്യരുടെയും പ്രശ്നങ്ങൾ കൂടുതൽ തീവ്രമായതിനാൽ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിരിക്കെ ഈ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികളും നയങ്ങളും ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം വിവിധ വകുപ്പുകൾക്ക് നൽകിയ ശുപാർശകളിന്മേൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മറുപടി തേടുകയും കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും വേണമെന്ന് KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, രാഷ്ട്രീയകാര്യ സമിതി കൺവീനർ ജോസഫ് ജൂഡ് എന്നിവർ ആവശ്യപ്പെട്ടു. ഷിഗ്യാന ന്യൂസ്, കൊച്ചി.